നമസ്കാരം. TCയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ജീവിത രേഖ ലൈഫ് ലൈനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൈഫ് ലൈനിൽ നമ്മോടൊപ്പമുള്ള അതിഥി നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനായ പത്രദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപാട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചേലക്കര നവജീവൻ ഹോമിയോപ്പതി ക്ലിനിക് ആൻഡ് റിസർച്ച് സെന്ററിലെ ഒരു സാരഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ നമസ്കാരം, സ്വാഗതം ലൈഫ് ലൈനിലേക്ക്. ഞാൻ ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പലർക്കും ഡോക്ടറെ വളരെ വ്യക്തമായി അറിയാം. എങ്കിലും ഡോക്ടർ ഇപ്പോൾ നമുക്കെല്ലാവർക്കും നൽകുന്ന സേവനം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളെയും കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷയില്ല എന്നാണ് പലരുടെയും ഒരു മിഥ്യയായ ധാരണ. ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 20 വർഷമായി ഹോമിയോപ്പതിക് രംഗത്ത് ക്യാൻസറുമായി ബന്ധപ്പെട്ട നിരവധി വിജയങ്ങൾ ഡോക്ടർ കൈവരിച്ചു കഴിഞ്ഞു. ഇനി ഡോക്ടറിലേക്ക്. ഡോക്ടർ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാൻസർ എന്ന അസുഖം എല്ലാവരെയും, ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മാറാൻ പോകുന്ന അസുഖമല്ല, മരണത്തിന് മാത്രമേ അതിനെ കീഴടക്കാൻ സാധിക്കൂ എന്നിങ്ങനെ ഒരുപാട് മിഥ്യയായ ധാരണകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഡോക്ടറുടെ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിലെ അനുഭവം വെച്ചുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തെ അല്ലെങ്കിൽ ഡോക്ടറിലേക്ക് വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു അസുഖത്തെ വിലയിരുത്തുന്നതും അതല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനെ സംബന്ധിച്ച് മുമ്പുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്യാൻസർ ചികിത്സാ രംഗത്ത് വിജയം കൈവരിക്കാൻ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും, ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും മോഡേൺ മെഡിസിൻ ആയാലും ശരി, ഒരുപാട് റിസർച്ചുകൾ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശ്രമത്തിന്റെ ഫലമായി, കാരണം ഇതൊരു പണ്ടൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിക്കുക അല്ലെങ്കിൽ അത് ഇൻക്യൂറബിൾ ആണ് എന്നുള്ള ഒരു തരത്തിലായിരുന്നു ഇതിനെ ചികിത്സിക്കുന്നത്. പക്ഷെ ഇന്ന് പല ശാസ്ത്രങ്ങളുടെയും ഒരു കൂട്ടായ ശ്രമം കൊണ്ട് പല വൈദ്യശാസ്ത്ര ശാഖകൾക്കും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ എൻ്റെ 20 വർഷത്തെ ഈ ഒരു പ്രവർത്തന പരിചയം കൊണ്ട് തന്നെ എനിക്ക് ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് തന്നെ കുറേ രോഗികൾക്ക് ആശ്വാസം നൽകുവാനും, അപ്പോൾ ഇൻക്യൂറബിൾ ആയിട്ടുള്ള കേസുകളാണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും, അതുപോലെ തന്നെ മറ്റു പല ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസറുകളുമുണ്ട്, അവയെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, അപ്പം ഏതൊക്കെ അവയവങ്ങളെയാണ് പ്രധാനമായിട്ടും ക്യാൻസർ ബാധിക്കുന്നത്? എത്തരത്തിലാണ് അത് പടരുന്നത്? അല്ലെങ്കിൽ ക്യാൻസർ നമുക്ക് ശരിക്കും രണ്ടായിട്ട് തിരിക്കാം. അതായത് ജനറലായിട്ട് വരുന്ന, അതായത് ബ്ലഡ് ലിംഫാറ്റിക് ഗ്രന്ഥികൾ എന്ന് പറയും, അതായത് ബ്ലഡിനെ സംബന്ധിച്ചുള്ള ലുക്കീമിയ, അതുപോലെ ലിംഫോമ, ഇത് ജനറലായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയമുഖം, അതുപോലെ തന്നെ അണ്ഡാശയം, പിന്നെ ബ്രസ്റ്റ്, ഇത്രയും ക്യാൻസറുകളാണ് സ്ത്രീകൾക്ക് കാണുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വായ, അന്നനാളം, അതുപോലെ തന്നെ മാക്സിലറി റീജിയൻ, പിന്നെ ബ്രെയിൻ, പിന്നെ പാങ്ക്രിയാസ്, കിഡ്നി, യൂറോജെനിറ്റൽ റീജിയൻസ്, അതുപോലെ തന്നെ മലാശയം, ഇത്രയും ഏരിയകൾ. ഇതിനോടൊക്കെ തന്നെ പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കാരണങ്ങളെ കൊണ്ട് ജനറലായിട്ടുള്ള പല ക്യാൻസറുകളും വരാനുണ്ട്. സ്കിന്നിനെ സംബന്ധിച്ച ക്യാൻസറുകൾ, ലങ്സിനെ സംബന്ധിച്ച ക്യാൻസറുകൾ, ഇതിനൊക്കെ ഫലപ്രദമായിട്ടുള്ള നമുക്ക് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പൊ ഏതൊരു കാര്യം തുടങ്ങുന്നതും വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ പാരമ്പര്യം ക്യാൻസർ രോഗത്തെ സംബന്ധിച്ചിടത്തോളം അത് തലമുറകളോളം പടരുന്നതിനൊരു കാരണമാണോ? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച്, കാരണം ക്യാൻസർ അടിസ്ഥാനപരമായിട്ട് ഒരു ജനറ്റിക് ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ജനിതകമായിട്ടുള്ള തകരാറാണ്. അപ്പൊ ഇതിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, കാരണം നമുക്ക് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം, അതുപോലെ തൊഴിൽ, നമ്മുടെ ഹാബിറ്റുകൾ, അതായത് ബാഡ് ഹാബിറ്റുകൾ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ടബാക്കോ ചൂവിങ്, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്, ഇറഗുലർ ആയിട്ടുള്ള ഭക്ഷണ രീതികൾ, ചൂടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, പിന്നെ ഭക്ഷണ ശീലത്തിൽ യാതൊരുവിധ, അതായത് കൂടുതൽ എരിവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ശരിയായ രീതിയിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക, പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെഡിസിൻസ്, പല മെഡിസിൻസും കാർസിനോജനിക് ആണ്.
ഇത്തരത്തിലുള്ള ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചോളം മാസമുറ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പലതും, മെഡിസിൻസ് നിയന്ത്രിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ പറയുന്ന ഗർഭനിരോധന ഉപാധികളായിട്ടുള്ള പല ഗുളികകളും കാർസിനോജനിക്കാണ്. അപ്പൊ ഇത്തരത്തിൽ ഡോക്ടറുടെ നിർദ്ദേശം ആയാലും അല്ലാതെയും കഴിക്കുന്ന പല ഔഷധങ്ങളും ഇതിന് കാരണമാവുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ, അതുപോലെ കെമിക്കലായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം. അപ്പൊ ക്യാൻസർ ഈസ് ബേസിക്കലി എ ജനറ്റിക് ഡിസോർഡർ. പക്ഷെ അതിനെ നമ്മൾ ഉത്തേജിപ്പിക്കാൻ ഇതിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് വരാതിരിക്കാൻ നോക്കാൻ പറ്റും. ഡോക്ടർ, ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് പെയിൻസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം വേദനകൾ അവർക്ക് വരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലായിരിക്കും പലരുടെയും ലക്ഷ്യം തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. എങ്ങനെയാണ് ഡോക്ടർ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ക്യാൻസർ രോഗമുണ്ട് എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? രോഗനിർണയ ഉപാധികൾ ധാരാളമുണ്ട്. കാരണം സാധാരണയായിട്ട് നമ്മൾ ക്യാൻസറിന്റെ ഒരു വാണിംഗ് സിഗ്നൽസ് എന്ന് പറയും. ശരിക്കും ഇപ്പോൾ സ്ഥായിയായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, എവിടെ വേണമെച്ചാൽ ഗ്രോത്തുകൾ ഉണ്ടാവും, ട്യൂമേഴ്സ്, അതുപോലെ തന്നെ ഉണങ്ങാതെയുള്ള മുറിവുകൾ, വായലിലെ പുണ്ണ്, അതുപോലെ തന്നെ ആമാശയത്തിലെ പുണ്ണുകൾ, പിന്നെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ബ്ലീഡിങ്, രക്തം. നമ്മൾ മറ്റു പല ഔഷധങ്ങൾ നൽകി ഈ ഒരു സ്ഥായിയായി നിൽക്കുന്ന അസുഖത്തിന് കാര്യമായ മാറ്റങ്ങൾ, വ്രണങ്ങൾ കരിയുന്നില്ല, അതുപോലെ തന്നെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, അതുപോലെ തന്നെ സ്ഥായിയായ ഹെഡേക്ക്, തലവേദന. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥായിയായിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇപ്പൊ റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം ശരിയായ രീതിയിൽ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ മലബന്ധം കാര്യമായിട്ട് വരുന്നുണ്ട്, ബ്ലീഡിങ് അടയ്ക്കുന്നുണ്ടെങ്കിൽ പൈൽസ് ആണെന്നുള്ള രീതിയിൽ കുറെ കാലം ട്രീറ്റ് ചെയ്യും. പക്ഷെ ഇവർക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, ഡോക്ടറെ എനിക്ക് എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ മുത്തച്ഛനുണ്ടായിരുന്നു ഒരു ചെറിയ ക്യാൻസറിന്റെ, അപ്പൊ എനിക്ക് ക്യാൻസറിന്റെ ഒരു നിർണയം എനിക്ക് ഉണ്ടോ ഇല്ലയോ.